ഹലോ, എൻ്റെ പേര് ജ്യോതിഷ്. ഞാൻ ഈ യൂട്യൂബിൽ ചെറിയ ചെറിയ ഇതേപോലെ വ്ളോഗ് ചെയ്ത് വരികയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കുറഞ്ഞ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ അതിൽ സെർച്ച് ചെയ്തിട്ട് എടുത്ത് കാണുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താണെന്നറിയോ? നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 സെറ്റിങ്സ് ആണ്. നിങ്ങൾക്ക് വ്യൂസ് കുറവാണെങ്കിലും സബ്സ്ക്രൈബ് കുറവാണെങ്കിലും മോണിറ്റൈസ് ആവാത്തവരുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ സെറ്റിങ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഇതിനായിട്ട് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എന്ത് ചെയ്യാമെന്നറിയോ? ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക m.youtube.com എന്ന് ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നേരെ മുകളിൽ നിങ്ങൾക്ക് 3 ഡോട്ട് കാണാൻ പറ്റും. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡെസ്ക്ടോപ്പ് സെറ്റ് ആക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫോണിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ചെയ്തതിന് ശേഷം കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഹെൽപ്പ് വിത്ത് യൂട്യൂബ് എന്ന് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആകുന്നതാണ്. ഓപ്പൺ ആയത് നേരെ താഴെ പോയാൽ നിങ്ങൾക്ക് സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. ആ സെറ്റിങ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരുന്നതാണ്. ആ ഓപ്ഷനിൽ നിങ്ങൾ രണ്ടാമത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചാനൽ എന്ന് പറഞ്ഞിട്ട്. ആ ചാനലിൽ നേരെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടോ കൺട്രി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ കൺട്രി ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കുറേ ആൾ കൊടുക്കാത്തവരുണ്ട്. അപ്പോൾ അത് അവിടെ കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ താഴെ നിങ്ങൾ കാണുന്നില്ലേ കുറച്ച് കീവേഡ്സിൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ നിങ്ങൾ ആഡ് കീവേഡ്സ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ചാനലിൻ്റെ നെയിമില്ല നിങ്ങളുടെ ആ ചാനലിൻ്റെ നെയിം നിങ്ങൾ ആദ്യം തന്നെ ഈ കീവേഡ്സിൽ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങളുടെ ചാനൽ ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റും. യൂട്യൂബ് സ്റ്റുഡിയോയിൽ നേരെ മുകളിൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കാണുന്നതാണ് നിങ്ങളുടെ ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, ഈ കീവേഡ്സിൽ നിങ്ങൾ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ചാനൽ എന്ത് കണ്ടൻറ്റുമായിട്ടാണ് ചെയ്യുന്നതെന്നുള്ളതെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കുറച്ച് കീവേഡ്സ് നിങ്ങൾ ഈ ഇതിനകത്ത് ആഡ് ചെയ്ത് ചേർക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് തന്നെ നമ്മുടെ ഈ ചാനൽ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇവിടെ ഇത് ആഡ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് 500 ലെറ്റർ വരെ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് ചേർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നേരെ മൂന്നാമത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്യൂച്ചർ എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ ഫ്യൂച്ചർ എലിജിബിലിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ? അവിടെ 3 വീടുണ്ട്. ആ 3 ഓപ്ഷനിലും നിങ്ങൾ എനാബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. എനാബിൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അത് 3 എനാബിൾ ചെയ്ത് വെക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിലുള്ള വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ലിസ്റ്റിലേക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെറ്റിങ്സ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഹൈപ്പ് എങ്ങനെയാണ് ചെയ്യാൻ അറിയാത്തതെന്നുണ്ടെങ്കിൽ ഹൈപ്പിൻ്റെ ഞാൻ സൈഡിൽ കാണിച്ചു തരുന്നതാണ്. അതേപോലെ നിങ്ങൾ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റിങ് ഇതാണ്. ഇനി രണ്ടാമത്തെ സെറ്റിങ്സ് എന്താണെന്നറിയോ? അതിന് നമുക്ക് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാമതും ക്രോം ബ്രൗസർ തന്നെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ youtube.com വെരിഫൈ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂട്യൂബ് വെരിഫൈ. ആ യൂട്യൂബ് വെരിഫൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ക്രോമിൻ്റെ ഒരു ആപ്പ് അവിടെ കാണിക്കുന്നതാണ്. താഴെ ചിലർ ഇതിൽ കാണിക്കലുണ്ട്, ചിലതിൽ കാണിക്കാറില്ല. അപ്പോൾ അങ്ങനെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ക്രോമിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന പോലെ നിങ്ങളുടെ അവിടെ വെരിഫൈഡ് ആണെന്ന് ആ ടിക്ക് പോലെ കാണിച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, അത്രയും മാത്രം ചെയ്താൽ മതി. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് കൂടുന്നതാണ്, സബ്സ്ക്രൈബ് കൂടുന്നതാണ്. അതേപോലെ യൂട്യൂബ് നിങ്ങൾക്ക് റെക്കമെൻഡ് ലിസ്റ്റിലേക്ക് നിങ്ങളുടെ വീഡിയോ വ്യൂസിലേക്ക് എത്തിക്കുന്നതുമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതേപോലെ തന്നെ വീണ്ടും അടുത്ത ചെറിയ ടിപ്സുമായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ
വീണ്ടും വരുന്നതായിരിക്കും.